ഹായ് ഹലോ. അതെ, നമുക്കൊരു കരിമീൻ കറി ഉണ്ടാക്കിയാലോ? മാങ്ങയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച്. അതിന് വേണ്ടിയിട്ട് മാങ്ങ അരിഞ്ഞ് വെക്കുക, തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന മസാല പൗഡേഴ്സ്. ഓക്കെ. പിന്നെ വേണ്ടുന്നത് തക്കില തരികിട നമ്മുടെ വെജിറ്റബിൾസാണ്. ഉള്ളി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില, പച്ചമുളക്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു ചട്ടി എടുത്ത് വെക്കുക, എണ്ണ ചൂടാക്കുക, അതിലേക്ക് ഉലുവ പൊട്ടിക്കുക. പിന്നെ നമ്മുടെ പച്ചക്കറികളെല്ലാം എടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിൽ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും മസാല പൗഡേഴ്സ് എല്ലാം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാൻ കേട്ടോ. പാകത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഈ സോട്ട് ചെയ്തതിനകത്തോട്ട് തേങ്ങയുടെ 2-ാം പാലൊഴിച്ച് നമുക്ക് ഗ്രേവി ആക്കാം. ഇതിലേക്ക് മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. മാങ്ങ ഈ ഗ്രേവിയിൽ വേണം നന്നായിട്ട് വെന്ത് വരാൻ. നല്ല തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് കരിമീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കരിമീൻ എല്ലാം എടുത്തിടാം. ഈ ഗ്രേവിയിൽ കിടന്ന് കരിമീൻ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഇതെല്ലാം സെറ്റ് വരുമ്പോഴത്തേക്കിനും ലാസ്റ്റ് നമ്മളുടെ തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 1-ാം പാൽ കട്ടിയുള്ള പാലല്ലേ, അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഗാർണിഷും റെഡിയായി. പിന്നെ നമുക്കൊരു പാത്രം ചോറെടുക്കുക, കരിമീൻ കറി അങ്ങോട്ട് ഒഴിക്കുക, നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം. ഭയങ്കര എമ്മി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും ഇതേപോലെ സിമ്പിളായിട്ടുള്ള മാങ്ങക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്, ഇതൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു.